നമസ്കാരം. കേരളത്തിൽ ജനാധിപത്യം മരിച്ചുവെന്നും മത ആധിപത്യം കൊടികുത്തി വാഴുന്ന സ്ഥിതിയാണെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. കോഴഞ്ചേരി അയിരൂർ ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. മതശക്തികളുടെ പിൻബലത്തിൽ 102 സീറ്റ് നേടാൻ UDFന് സാധിച്ചു. രാജ്യത്തെ ഭരണവും ഭൂമിയും വ്യവസായങ്ങളും സ്കൂളുകളും കോളേജുകളുമെല്ലാം ന്യൂനപക്ഷങ്ങളുടെ കയ്യിൽ അമർന്നു കഴിഞ്ഞു. മലബാർ ലഹളയിലുണ്ടായ ക്രൂരതകളുടെ പശ്ചാത്തലത്തിലാണ് ശ്രീനാരായണ ഗുരു ലോകത്തെ രണ്ടാമത്തെ സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ചിലർ പറയുന്നു SNDP യോഗത്തിനെതിരെ ചില വിമതർ കൊടുത്ത കേസിന് പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്ന്. ശരിയായിരിക്കാം. കോടിക്കണക്കിന് രൂപയാണ് കേസിനായി ചെലവഴിക്കുന്നത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് 10 ലക്ഷം രൂപ വാങ്ങുന്ന വക്കീലന്മാരാണ് കേസിൽ ഇവർക്കായി ഹാജരാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതേതരത്വം ഈഴവരുടെ മാത്രം ബാധ്യതയാണെന്നും നാം ഒന്നാവാത്തിടത്തോളം കാലം എങ്ങനെ നന്നാവാനാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി ചോദിച്ചു. ചടങ്ങിൽ അയിരൂർ ശ്രീനാരായണ മിഷൻ പ്രസിഡന്റ് CN ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു. മതശക്തിയുടെ പിൻബലം കൂടെ വന്നപ്പോൾ ഈ രാജ്യത്ത് അവർ 101 സീറ്റിൽ 102 തോന്നുന്നു സീറ്റിൽ അവർ ജയിക്കാൻ സാധിച്ചു. അതിൽ കുറവായിട്ടല്ല ഞങ്ങൾ. ഇതൊരു ഗുണപാഠമാണ്. ഈ രാജ്യം ആരുടെ കയ്യിൽ? മതശക്തിയുടെ കയ്യിൽ അമർന്നു. ആര് എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിക്കുവാൻ ഈ രാജ്യത്ത് ന്യൂനപക്ഷം, പേര് കേട്ടാൽ ന്യൂനപക്ഷം. ഈ രാജ്യത്ത് ഭൂമി ആളുകളാണ്, ഭരണം ആളുകളാണ്, സ്കൂളെല്ലാം ആളുകളാണ്, കോളേജെല്ലാം ആളുകളാണ്, സമ്പത്ത് മുഴുവൻ ആളുകളാണ്, വ്യവസായം മുഴുവൻ. ഇതെല്ലാം ന്യൂനപക്ഷത്തിന്റെ കയറിൽ അമർന്നു നിൽക്കുകയാണ്. ആ പാട്ടിലാണ് ഈ പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾ നീതിക്ക് വേണ്ടി ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി യാചിക്കുമ്പോൾ നമ്മളെ ജാതി പറഞ്ഞ് ഭക്ഷിക്കുക. ഇത് കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നു. കണ്ടാലും കൊണ്ടാലും മനസ്സിലാക്കാത്തൊരു സമുദായമായി നാം മാറുന്നു. തൊഴിക്കും തോറും തൊഴിലും തോറും തൊഴിക്കുകയും തൊഴുന്തോറും പിന്നെയും തൊഴുന്ന അവസ്ഥയിൽ നിന്ന് മാറി പ്രതികരണ ശേഷിയുള്ള സമുദായമായി മറ്റുള്ളവരുടെ ആരുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാതെ അർഹിക്കുന്ന പങ്കാളിത്തം രാഷ്ട്രീയ രീതിയായാലും സാമ്പത്തിക രീതിയായാലും വിദ്യാഭ്യാസ രീതിയായാലും വാങ്ങുവാനുള്ള ഇച്ഛാബോധം നമുക്ക് വേണം. ഡോക്ടർ പൽപ്പു തന്നെ പറഞ്ഞില്ലേ, ഈഴവത്തി വെച്ച ഈഴവനാണ് ഞാനെന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളും. നമുക്ക് കുറവുകളെല്ലാം പറ്റിയതെന്താണ്? ജാതിയുടെ പേരിൽ നിഷേധിക്കപ്പെട്ട എല്ലാ മേഖലയിലും അകറ്റപ്പെട്ട സമുദായമാണ്. പണ്ടും ആ അവസ്ഥപ്പെട്ട നമ്മളെല്ലാം ചവിട്ടിത്താത്തി അവസാനിച്ച് നിലനിൽക്കുന്ന കാലത്താണ് ഡോക്ടർ പൽപ്പു ഡോക്ടറായിരിക്കെ പ്രിയമനായ അദ്ദേഹത്തിന് ഒരു ജോലി തീർക്കാൻ നിഷേധിച്ചു എന്നുള്ള ഒറ്റ കാരണമാണ് തൻ്റെ സമുദായത്തിന് ജാതിയുടെ പേരിൽ നഷ്ടപ്പെട്ട അവകാശം